ഹലോ ഗായ്സ്, ഞാൻ ജോണി. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജോണി ട്യൂൺസ് 0143ലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കഥയുടെ യാത്രയിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ പോകാം. പുരാതന കാലം. ധർമ്മം ക്ഷീണിച്ച് അധർമ്മം ഭൂമിയെ മൂടിയ ഒരു യുഗം. മഹർഷി ജമദഗ്നിയുടെയും മാതാവ് രേണുകായുടെയും ആശ്രമത്തിൽ ഒരു ദിവ്യ ശിശു ജനിച്ചു. അവന്റെ പേര് രാമൻ. പിന്നീട് ലോകം അവനെ വിളിച്ചു പരശുരാമൻ. ശിവഭഗവാനോടുള്ള കടുത്ത തപസ്സിലൂടെ അവന് ലഭിച്ചു ഒരതുല്യ ആയുധം, പരശു. ക്ഷത്രിയ രാജാക്കന്മാർ അധികാരം ദുരുപയോഗം ചെയ്ത് പാവങ്ങളെ പീഡിപ്പിച്ചപ്പോൾ ധർമ്മം രക്ഷിക്കാൻ പരശുരാമൻ ശസ്ത്രമുയർത്തി. പൗരാണിക കഥകൾ പറയുന്നു, അധർമ്മിയായ രാജാക്കളെ ശിക്ഷിച്ച് 21 പ്രാവശ്യം ഭൂമിയെ ശുദ്ധമാക്കിയെന്നു. കാലം മാറി. രാമായണ കാലത്ത് ശിവധനുസ്സു തകർത്ത ശ്രീരാമനെ പരശുരാമൻ നേരിട്ടു. എന്നാൽ രാമനിലെ ദൈവത്വം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തനായി, തന്റെ ആയുധബലം വിട്ടുകൊടുത്തു. മഹാഭാരതകാലത്ത് പരശുരാമൻ മഹാഗുരുവായി മാറി. ഭീഷ്മൻ, ദ്രോണാചാര്യർ, കർണൻ, ഈ മഹാവീരന്മാരുടെ ഗുരു പരശുരാമൻ തന്നെയായിരുന്നു. യുദ്ധവിദ്യ മാത്രമല്ല, ധർമ്മത്തിന്റെ വഴിയും അദ്ദേഹം ലോകത്തിനു പഠിപ്പിച്ചു. അവതാരങ്ങൾ മാറിയാലും ധർമ്മത്തിന്റെ ശക്തി ഒരിക്കലും മായുന്നില്ല. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരശുരാമൻ. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുതേ.